ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാവിൽ വെള്ളം ഊറുന്ന നമ്മുടെ പൊതിച്ചോറുമായിട്ടാണ്. അപ്പം ഞങ്ങൾ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് അമ്മ ഞങ്ങൾക്ക് പൊതിച്ചോറ് കെട്ടിത്തരാറുണ്ടായിരുന്നു. അതിൻ്റെ ആ ടേസ്റ്റും ആ മണവും എല്ലാം ഇപ്പോഴും മൂക്കിലൊന്നും പോയിട്ടില്ല. ഇവിടെ പക്ഷേങ്കിൽ നമുക്ക് ആ വാഴയിലയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതായിക്കൊണ്ട് അത്രയും ആ മണം വരത്തില്ല. നാട്ടിലാകുമ്പോൾ നല്ല എന്തോ ടേസ്റ്റും മണവും ഒക്കെയാണ്. കഴിച്ചാൽ തന്നെ നമുക്ക് അത്രയ്ക്കൊരു അന്ന് ഒരു ദിവസം മൊത്തം നിൽക്കും. അപ്പോൾ നമ്മുടെ എല്ലാവരും പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് ഇടുന്നുണ്ട്. എനിക്കും ഒരാഗ്രഹം പൊതിച്ചോറ് വീഡിയോ ഇടണമെന്നേ. അപ്പോൾ നമുക്ക് വേഗം വരാം. ഇത് സമ്മന്തി അരയ്ക്കാനുള്ളതാണ്. തേങ്ങായും കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ, ഒരു 5-6 കൊച്ചുള്ളി, വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തതാണ്. അടുപ്പിലിട്ട് ചുട്ടെടുക്കുമായിരുന്നു അപ്പോഴെല്ലാം. ഇപ്പോൾ അടുപ്പില്ല, അതുകൊണ്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് സമ്മന്തി അരച്ചുകൊണ്ട് വരാം. ഒത്തിരി അരയരുത്, ഒന്നും പാതിയുമായിട്ട് അരഞ്ഞാൽ മതിയേ. ഒരുപാട് നൈസായിട്ട് അരയണ്ട. മിക്സിയിലാണ് അരയ്ക്കുന്നത്. നമ്മൾ വീട്ടിലെല്ലാം അമ്മിക്കല്ലല്ലേ അരയ്ക്കുന്നത്, ഇവിടെ ഇപ്പം മിക്സിയിൽ അരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തത് മുട്ട ഓംപ്ലേറ്റ്. അപ്പോൾ മുട്ട ഓംപ്ലേറ്റിന് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാനങ്ങ് പറയുക. കരിവേപ്പില, തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി ഇതെല്ലാം ഇട്ട് ഉപ്പിട്ട് നമ്മൾ നന്നായിട്ട് മുട്ട അടിച്ചെടുക്കാമേ. അടിച്ചെടുത്ത് ഇത് നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വീടിനടുത്തായിരുന്നു സ്കൂൾ, അതുകൊണ്ട് ഞങ്ങൾ പൊതിയൊന്നും കൊണ്ടുപോകത്തില്ല. വല്ലപ്പോഴും ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ ഇതുപോലെ കെട്ടിത്തന്ന് വിടുമായിരുന്നു. അപ്പോഴത്തെ ആ ഓർമ്മകൾ ഇനിയും ഉണ്ട്. എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഞാൻ 2 ഫ്രണ്ട്സിനെയും കൊണ്ടുവന്ന് ചോറ് കഴിച്ചിട്ടൊക്കെ ഞങ്ങൾ അങ്ങ് പോകുമായിരുന്നു. ചില സമയമൊക്കെ വീട്ടിൽ നിന്നും കെട്ടിത്തരും അമ്മ. അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കൊച്ചുങ്ങൾക്കൊന്നും അറിയത്തില്ല, അല്ല ഇപ്പോൾ ബോക്സിലല്ലേ കെട്ടി കൊടുക്കുന്നത്. ഇപ്പം സ്കൂളിലെ പിള്ളേർക്ക് ഒഴുകരുത്, ഫുഡ് കറിയൊന്നും കൊടുത്തു വിടരുത്, അങ്ങനെയൊക്കെയല്ലേ. ഡ്രൈ ആയിട്ടുള്ളതാണ് ഇപ്പോൾ കൊടുത്തു വിടുന്നതെല്ലാം. അപ്പോൾ നമുക്ക് മുട്ട നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഫ്രൈ പാനിൽ. ഇനി നമുക്ക് മുട്ട ഒഴിക്കാം. ഇച്ചിരി കട്ടി കൂടുതൽ കുഴിയുള്ളതാണെങ്കിൽ ഇച്ചിരി കട്ടി വഴി നമുക്ക് ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. ഇതിപ്പോൾ വലിയ കുഴിയില്ലാത്ത പാനായിക്കൊണ്ട് വലിയ കട്ടി വരത്തില്ല, മീഡിയമായിരിക്കും. ഇത് നമുക്ക് ഒരു സൈഡ് മൂത്ത ഉടനെ തിരിച്ചിടാം. തിരിച്ചിട്ട് ഓംപ്ലേറ്റ് അങ്ങനെ റെഡിയാക്കി എടുക്കാം. വാഴയിലയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നാട്ടിൽ കിട്ടുമല്ലോ. ഇവിടെ ആണെങ്കിൽ നമ്മൾ കടയിൽ വാങ്ങണം. വാഴയിലയുടെ ഐറ്റം വേണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ, ഒരു ഇലയപ്പം ഉണ്ടാക്കണമല്ലോ, എന്തുണ്ടാക്കണേലും വാങ്ങിക്കണം നമുക്ക്. മുട്ടയപ്പം തിരിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. നല്ല മുഴുത്ത മീനാണ്. അപ്പോഴൊക്കെ ഇവിടെ ഇച്ചിരിയുള്ള മീനോ മത്തി വറുത്തതോ വല്ലായിരുന്നു. അപ്പോഴൊക്കെ ഇത്രയും വലിയ മീനൊക്കെ ഒരെണ്ണം എവിടെ നിന്ന് കിട്ടും? ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടം പോലെ മീനും എല്ലാം ഉണ്ട്. അപ്പുറത്ത് പയറ് മെഴുക്ക് വരട്ടി റെഡി ആവുന്നുണ്ട്. അതും ശകലം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഒരു സവാളയും അല്ലെങ്കിൽ കൊച്ചുള്ളിയും ചതച്ച് വെളുത്തുള്ളിയും ചതച്ച് ശകല എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പയറ് മെഴുക്ക് വരട്ടിയും മീൻ വറുത്തതും സമ്മന്തിയും മുട്ട പൊരിച്ചതും അച്ചാറുണ്ടെങ്കിൽ അച്ചാറും കൂടെ വെച്ച് നമുക്ക് പൊതിച്ചോറ് റെഡിയാക്കാം. വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാമേ. അതും ഗ്യാസിൻ്റെ മണ്ടയ്ക്ക് വെച്ച് വാട്ട വേണ്ടിയത് ഗതിയാണ്. എന്ത് ചെയ്യാനാ, എല്ലാം ഇപ്പം ഗ്യാസായിപ്പോയി, അടുപ്പില്ലല്ലോ. അത് ശകലം പൊട്ടിയ വാഴയിലയായി. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വാഴയില നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഗ്യാസ് തീ ഓഫ് ചെയ്യാം. നമുക്കിതിൻ്റെ സൈഡിലൊരു നാര് പോലുള്ളതും കളയണം, വാഴയിലയുടെ നടുക്കൂടെ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇനി നമുക്ക് ചോറ് കെട്ടാം, പൊതിച്ചോറ് റെഡിയാക്കാം. ചെറിയ ഇലയാണ്, അത് പൊട്ടിയോണ്ട് ഞാൻ അടിയിലൊരു പ്ലാസ്റ്റിക് ആ ഇലയും ഇട്ടിട്ടുണ്ട്, ഒരു പേപ്പറല്ല. ചോറിട്ടിട്ട് നമുക്കെല്ലാം സൈഡ് ഡിഷെല്ലാം വെക്കാം. സമ്മന്തി വെക്കാം. ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കാവത്. ഇതിപ്പോൾ രാവിലെ 8 മണി ആയതേ ഉള്ളൂ. ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാം. മീൻ വെച്ചു, മുട്ട ഓംപ്ലേറ്റ്, നമ്മുടെ മെഴുക്ക് വരട്ടി, പയർ മെഴുക്ക് വരട്ടി,
അപ്പോഴൊക്കെ നമ്മുടെ വസ്തുവിനകത്തൊക്കെ ഈ അച്ചങ്ങാപ്പയറുണ്ടല്ലോ, ആ മെഴുക്കുവരട്ടിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇതൊന്നും അത്രയും ടേസ്റ്റ് വരത്തില്ല, എന്നാലും നമുക്കൊരു കൊതി കൊണ്ടങ്ങ് ഉണ്ടാക്കി കഴിക്കാം. നമുക്കിത് മടക്കി കിട്ടാം. ഇത് നന്നായിട്ട് വഴറ്റിയില്ലെങ്കിൽ വാഴയില അങ്ങ് പൊട്ടിപ്പോവും. ഓൾറെഡി ഇത് ശകലം പൊട്ടിയിരിക്കും. അതുകൊണ്ട് താഴെ ആ ഇല, പേപ്പറിന് പകരം ആ ഇല വെച്ചേക്കുന്നത്, അത് വെച്ച് നമുക്കൊന്നുകൂടെ മടക്കിയിട്ടേ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി നമുക്കങ്ങ് വെക്കാം. വെച്ചിട്ടൊരു ഉച്ച സമയത്തേക്കാവട്ടെ. ഇനി ഒരു 3 പൊതിയോടെ നമുക്ക് കെട്ടി വെച്ചിട്ട്, 3 പേരുണ്ട്, അപ്പോൾ 3 പേരും കഴിക്കാൻ. പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് ഇപ്പോഴേ കഴിക്കണമെന്നുണ്ട്. പക്ഷെങ്കിൽ അത് ആ ടേസ്റ്റും മണവും ഒക്കെ ഉച്ചയാകുമ്പോഴത്തേക്കല്ല ഇറങ്ങുള്ളൂ. അപ്പോൾ ഇരിക്കട്ടെ, ഉച്ചയാവട്ടെ, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു 12:30 ആയിട്ടുണ്ട്. കൊതി സഹിക്കാൻ വയ്യ, 1 മണി വരെ ഇരിക്കാനുള്ള ഇതില്ല. തുറന്നിട്ടുണ്ട്. സൂപ്പർ. എന്തോ ഒരു മണം. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് കെട്ടാത്തവരും ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും ആയിട്ട് എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്ക്. ചെയ്യാത്തവർ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയാൻ വയ്യാത്തവർക്കൊക്കെ ചെയ്ത് കൊടുക്കുക. ഇവിടെ കുവൈറ്റിലും ഇത് പിള്ളേർക്ക് ചെയ്ത് കൊടുക്കാം, നാട്ടിൽ മാത്രമല്ല. അപ്പോൾ ഇനിയൊരു ഡിഷുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.